ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പ് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പി നൂഡിൽസ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൂപ്പി നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സൂപ്പി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കൂടെ തന്നെ ഒരു ജിഞ്ചർ ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഗാർലിക് ചോപ്പ് ചെയ്തതും കൂടിയാണ്, അതും കൂടെ ആഡ് ചെയ്യാം നമ്മൾ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു ഓനിയൻ്റെ ഹാഫ് ചോപ്പ് ചെയ്തെടുത്തതാണ്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തും കൂടെ എടുക്കുക. ഇതൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൂപ്പി നൂഡിൽസ് ചിക്കനായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചോപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ സൂപ്പി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പെപ്പറാണ്. ഞാനിവിടെ നോർമലായിട്ടുള്ള പെപ്പറല്ല എടുത്തിട്ടുള്ളത്, ഇത് വൈറ്റ് പെപ്പറാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ തന്നെ ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് ചില്ലി പൗഡർ, അപ്പോൾ ഒന്നും 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടെ തന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് സോയാബീൻ്റെ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സിന് കുറച്ച് ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെ തന്നെ കുറച്ച് ചില്ലി ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ട് ആഡ് ചെയ്യുന്നത് എല്ലാതും.
അപ്പോൾ ചില്ലി ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നോർമലായിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ കൂടെ തന്നെ നമ്മൾ കുറച്ച് മാഗീൻ്റെ മസാല. അപ്പോൾ നമ്മൾ നൂഡിൽസ് എടുക്കുന്ന പാക്കിൽ തന്നെ ഉണ്ടായിരുന്ന മാഗി മസാലയായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാക്കോളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള നൂഡിൽസിൻ്റെ ബാറും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ നൂഡിൽസിൻ്റെ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ബേക്കായി വരട്ടെ. അപ്പോൾ അതുപോലത്തെ 2 ബാറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പാക്കിൽ 2 ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സൂപ്പി നൂഡിൽസ് ഇവിടെ റെഡിയാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ കുറച്ച് ക്യാബേജ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് നിന്ന് കടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാബേജ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പി നൂഡിൽസ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പി നൂഡിൽസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സാധാ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി സൂപ്പി ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ എന്നാലും നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.